നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങളുടെ അമ്പ് ഇപ്പോഴും പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനം ഉയരുന്നത് തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് മാതൃകയാകണമെന്ന വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് പാർട്ടി പ്രവർത്തകർ ഏറ്റവും കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പാറശാല CPM ഏരിയ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ പിണറായി MLA സ്ഥാനം രാജിവെച്ച് മാതൃകയാവണമെന്നും പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അജയ്കുമാർ ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം. പാർട്ടി കോട്ടയിൽ പിണറായി 6 റൗണ്ട് പിന്നിൽ പോയി എന്നും പ്രതിപക്ഷ നേതാവാകാൻ പിണറായി അയോഗ്യനാണെന്നും ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. വെള്ളിയാഴ്ച നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നേതൃത്വത്തിന് നേരെ വിമർശനം ഉയർന്നത്. റിപ്പോർട്ടിങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രനും പങ്കെടുത്തു. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് കാരണഭൂതൻ പാട്ടും തിരുവാതിരയും അവതരിപ്പിച്ച സമയത്തെ ഏരിയ സെക്രട്ടറിയാണ് വിമർശനം ഉന്നയിച്ച അഡ്വക്കേറ്റ് S. ജയകുമാർ. നമുക്കറിയാം, ഈ കാരണഭൂതൻ പാട്ടും അന്ന് ഒരു തിരുവാതിര കളിച്ചതും എത്രത്തോളം ഇവിടെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത്. അന്ന് പിണറായി വിജയനെ വാഴ്ത്തുക്കൾ കൊണ്ട് മൂടിയ അതേ ഏരിയ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ കാരണഭൂതനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിലാണ് ഈ അസാധാരണമായ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം പിണറായി വിജയനാണെന്ന് യോഗം വിലയിരുത്തി. പാർട്ടിയുടെ ശക്തമായ കോട്ടകളിലും സ്വന്തം മണ്ഡലത്തിൽ പോലും പിണറായി 6 റൗണ്ടുകളോളം പിന്നിൽ പോയ സാഹചര്യം യോഗത്തിൽ ചർച്ചയായി. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവാകാൻ പോലും പിണറായി വിജയൻ അയോഗ്യനാണെന്നും MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം രാഷ്ട്രീയ മാന്യത കാണിക്കണമെന്നുമാണ് ഏരിയ സെക്രട്ടറി റിപ്പോർട്ടിങ്ങിൽ വ്യക്തമാക്കിയത്. മുൻപ് പിണറായിയെ പ്രകീർത്തിച്ച് കാരണഭൂതൻ പാട്ടും തിരുവാതിരയും അവതരിപ്പിച്ച അതേ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു കടുത്ത വിമർശനം ഉയർന്നിരിക്കുന്നത് എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാറശാലയ്ക്ക് പുറമെ മറ്റു പല ഏരിയ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെ പരസ്യമായ പോര് മുറുകുകയാണ്. തിരുവമ്പാടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നിവരുടെ പ്രവർത്തന ശൈലിക്കെതിരെയും കടുത്ത വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം മുഹമ്മദ് റിയാസ് ആണെന്ന് യോഗങ്ങളിൽ ചില അംഗങ്ങൾ തുറന്നടിച്ചു. എന്നാൽ വിമർശനം ഉന്നയിച്ച അംഗത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന ഭീഷണിയും യോഗത്തിലുണ്ടായി. റിയാസിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കൃത്യമായ തെളിവ് നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സമിതി അംഗം ചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും പിണറായി വിജയനും MV ഗോവിന്ദനും നടപ്പാക്കിയ ചില കാര്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമായി വന്നു. എന്നിട്ടും നേതൃത്വം ഇവരെ മാറ്റാതെ മുമ്പോട്ട് പോവുകയാണ്. പിണറായി വിജയൻ പറയുന്നത് എല്ലാം അതേപടി ചെയ്യാനുള്ള തൊഴിലാളികളായി പാർട്ടി സഖാക്കൾ മാറുകയാണെന്നും വിമർശനം ഉയർന്നു. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് നിൽക്കുകയും ന്യൂനപക്ഷങ്ങളെ അകറ്റുകയും ചെയ്തിട്ടുള്ള പ്രസ്താവന തെറ്റായിപ്പോയി. കുമാരൻ ആശാനേക്കാൾ മഹാനാണ് വെള്ളാപ്പള്ളി എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചതും തെറ്റായി എന്നും വിമർശനം ഉയർന്നു. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും വിമർശനം ഉയർന്നു. കോടിയേരി ബാലകൃഷ്ണന് ശേഷം എത്തിയ സംസ്ഥാന സെക്രട്ടറിമാരായ A. വിജയരാഘവനായാലും MV ഗോവിന്ദനായാലും കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി അണികളെ പറഞ്ഞു മനസ്സിലാക്കാനും സാധിച്ചില്ല. MV ഗോവിന്ദൻ വാർത്താ സമ്മേളനങ്ങളിൽ നടത്തുന്ന ഭാഷാ പ്രയോഗങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നതാണോ എന്നാണ് അടൂർ ഏരിയ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നത്. പാർട്ടിയിൽ തുറന്ന വിമർശനമാകാമെന്ന് സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും യോഗങ്ങളിൽ നേതാക്കൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് നേരെ ഭീഷണി ഉയരുന്നതിൽ അണികൾക്കിടയിലും കടുത്ത അമർഷമുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ താഴെത്തട്ടിലുള്ള പാർട്ടി അണികളിലും കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലിയും പാർട്ടിയിലെ ചില നേതാക്കളുടെ അമിത ഇടപെടലുകളുമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളുടെയും വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിൽ പോലുമുണ്ടായ ഈ വലിയ വിള്ളൽ വരും ദിവസങ്ങളിൽ CPM-നകത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും
ആഭ്യന്തര തർക്കങ്ങൾക്കും വഴി തുറക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇതുകൊണ്ടൊന്നും തന്നെ തീരുന്നില്ല. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ KK ശൈലജയെ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത് ക്ഷീണം ചെയ്തെന്നും മട്ടന്നൂർ CPM ഏരിയ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിയില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന പെരുമാറ്റം ജനങ്ങളിൽ വെറുപ്പുളവാക്കിയെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ശരിയായ രീതിയിലല്ലെന്നും കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചില്ലെന്നും വിമർശനമുയർന്നു. പാലക്കാട് CPI ജില്ലാ കൗൺസിലിലും LDFനെതിരെ വിമർശനമുയർന്നു. ട്രെൻഡ് അനുസരിച്ച് UDF പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ LDF പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി. ദളിത് വിഭാഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് അകന്നു. 64 ദളിത് സംഘടനകൾ LDFനെതിരെ പ്രവർത്തിച്ചു. ഇടതു രാഷ്ട്രീയം പറയുന്നതിലെ വീഴ്ചകളും സർവ്വമേഖലകളിലും LDFനെ ബാധിച്ചു. CPM CPI പലയിടത്തും മാറ്റി നിർത്തിയെന്ന് വിമർശനമുയർന്നു. P. സന്തോഷ് കുമാർ MP പങ്കെടുത്ത ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് വിമർശനം. ഏതായാലും പല ജില്ലാ കമ്മിറ്റികളും ഇപ്പോൾ നടക്കുമ്പോഴും പിണറായി വിജയനെതിരെയുള്ള രൂക്ഷ വിമർശനം ഉയരുകയാണ്. അദ്ദേഹത്തിന്റെ പല ശൈലികളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ വിമർശനം അല്ലെങ്കിൽ തങ്ങളുടെ ഈ ഒരു അഭിപ്രായം അണികൾ പങ്കുവെക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഒരു മാതൃകയാകണം എന്നുവരെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതും അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതി അദ്ദേഹത്തിന് മുൻപിൽ തിരുവാതിര അവതരിപ്പിക്കുന്ന സമയത്തെ ഏരിയ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ അതേ കാരണഭൂതന് നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ള അസാധാരണമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.